സഹോദരി സഹോദരന്മാരെ, സമാധാനവും സൗഭാഗ്യവും അല്ലേ ഒച്ചയ്ക്ക് സമാധാനവും സൗഭാഗ്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദൈവം നമുക്ക് ഒരുക്കി തന്ന ദിവസമാണ്. ഈ നോമ്പുകാലത്തിൽ ഇന്നേ ദിവസം നമ്മൾ രൂപതയുടെ ഏറ്റവും മഹത്തായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് മലയക്കുരിശ് തീർത്ഥാടനം. നമ്മൾ ഈ ദേവാലയത്തിൽ കടന്നു വന്നുകൊണ്ട് അവിടെ നിന്നും നമ്മൾ പരിഹാര പ്രദക്ഷിണം ആരംഭിച്ച് ഇന്ന് ഈ മലയക്കുരിശിൽ ഇവിടെ എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മെ പ്രത്യേകമായിട്ട് വിളിക്കുകയും അതിൽ പങ്കുകാരാകുവാനായിട്ട് നമ്മെ ക്ഷണിച്ചതുകൊണ്ടാണ്. ഒരുപക്ഷെ നമ്മുടെ സഹോദരങ്ങൾ പലരും ഇതിൽ വരുവാനായിട്ട് ആഗ്രഹിച്ചു, എങ്കിലും സാധിച്ചില്ല പല കാരണങ്ങൾ കൊണ്ട്. ദൈവത്തിൻ്റെ വിളി കേട്ടുകൊണ്ട് അവിടുത്തെ തിരുഹിതം അനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഈ നോമ്പുകാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോയുടെ പീഡാസഹന മരണത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വിശദീകരിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ തിരുഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനായിട്ട് അതുവഴി ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ ദൈവം നമ്മെ പ്രത്യേകമായിട്ട് ക്ഷണിച്ചു. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മെ തന്നെ നവീകരിക്കുവാനായിട്ടുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ് സഭ നമുക്ക് നൽകിയിരിക്കുക. ഇന്ന് സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വായിച്ചു കേൾക്കുക, ഫരിസേയര് ഈശോയോട് പറയുകയാണ് ഹെരോദാസിനെ കൊല്ലുവാനായിട്ട് ഒരുങ്ങുന്നു. നമുക്കറിയാം, ഫരിസേയരും നിയമജ്ഞരും യഹൂദരുമെല്ലാം ഈശോയെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, ഇല്ലാതാക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് അവരോരോ കാര്യങ്ങൾ പറയുക. കാരണം ഈശോയുടെ വരവ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ അവരുടേതായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നടപ്പാക്കുന്നതിന് തടസ്സമായി നിന്നിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ തൻ്റെ തന്നെ ജീവിതം, തൻ്റെ തന്നെ ജീവൻ മനുഷ്യരായ നമുക്ക് വേണ്ടി വിട്ടുകൊടുക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് ഈശോ തയ്യാറായി. നമുക്കറിയാം, ഈശോ ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുക. അതുകൊണ്ട് ജെറുസലേമിനെ കുറിച്ച് ഈശോയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹമുണ്ടായിരുന്നു. എന്നാൽ അവരുടെ പ്രവൃത്തികളെ കുറിച്ച് ഈശോ വേദനിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുക. ജെറുസലേം ജെറുസലേം, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറയും കീഴിൽ ചേർത്ത് നിർത്തുന്ന പോലെ നിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു. അപ്പോൾ ഈശോയുടെ ആ വലിയൊരു വേദനയാണ് നമ്മൾ കാണുക. അപ്പോൾ ഈശോ തന്നിലേക്ക് അടുപ്പിക്കുവാനായിട്ട് അവരെ ശ്രമിക്കുമ്പോൾ അവരെ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുക. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം എത്രമാത്രം നമ്മളെ ചേർത്ത് പിടിക്കുവാനായിട്ടാണ് ഓരോ നിമിഷവും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഈ ലോകത്തിൻ്റെതായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ നമ്മളെ ആകർഷിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ ആ ദൈവസ്നേഹത്തിൽ നിന്നും നമ്മൾ അകന്നു പോകുന്ന അവസ്ഥകൾ അറിയാതെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. എന്നാൽ നമ്മെ തന്നെ വിശദീകരിക്കുവാനായിട്ട് തിരുസഭ ഓരോ കാലത്തിനനുസരിച്ച് അതിനുള്ള സമയം നമുക്ക് നൽകുന്നുണ്ട്. അപ്പം നമ്മുടെ വിശദീകരണമാണ് ദൈവം ഓരോ നിമിഷവും ആഗ്രഹിക്കുക. അവിടുത്തെ മക്കളെന്ന നിലയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടു. ആ വിളിയോട് സഹകരിക്കുവാനായിട്ടാണ് നമ്മൾ ഈ പരിഹാര പ്രദക്ഷിണമൊക്കെ നടത്തുമ്പോൾ അതിൻ്റെ മുഖ്യമായ ലക്ഷ്യം എന്ന് നമ്മൾ ഓർക്കുക. ഇതുപോലെ നമ്മളെപ്പോലെ തന്നെ ജീവിച്ച്
വിശുദ്ധ പദത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ കേരള അസീസി എന്നറിയപ്പെടുന്ന പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ. നമ്മൾ ഈ പരിഹാര പ്രദക്ഷിണം നടത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ അനുസ്മരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ പുണ്യസ്ഥലത്ത് കടന്നു വന്ന പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ. അദ്ദേഹം സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒത്തിരിയേറെ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ്. 1836 ജനിച്ച് 1908 മരിച്ച് ഏകദേശം 72 വർഷത്തോളം ഈ ലോകത്ത് അദ്ദേഹം ജീവിച്ചു. തൻ്റെ ചെറുപ്പനാളിൽ 2.5 വയസ്സായപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടു. ആ പിതാവിൻ്റെ സ്നേഹം എന്താണെന്ന് അദ്ദേഹം അറിഞ്ഞിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ അമ്മ ആ പിതാവിൻ്റെ കുറവ് പരിഹരിച്ചുകൊണ്ട് ആ മകനെ ദൈവവിശ്വാസത്തിൽ വളർത്തി എന്നുള്ളതാണ്. മകന് ആവശ്യമായ വിദ്യാഭ്യാസം കൊടുക്കുവാനായിട്ട് ആ അമ്മ പ്രത്യേകമായിട്ട് പരിശ്രമിച്ചു. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ മലയാളവും തമിഴും അദ്ദേഹം സ്വായത്തമാക്കി. എന്നാൽ അന്നത്തെ കാലം അനുസരിച്ച് ശിശുവിവാഹം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ 14ാമത്തെ വയസ്സിൽ തൊമ്മച്ചൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒരു വൈദികനായി തീരണമെന്നായിരുന്നു. എന്നാൽ അമ്മ നിരന്തരമായിട്ട് അമ്മ പറയും, നിനക്ക് വിവാഹപ്രായമെത്തി, നീ വിവാഹം കഴിക്കണമെന്ന്. അങ്ങനെ അദ്ദേഹം വളരെ ഭയപ്പെട്ട് തൻ്റെ ആഗ്രഹം അമ്മയുടെ മുമ്പിൽ അറിയിക്കുകയാണ്. എന്നാൽ ആ അമ്മ ഇപ്രകാരം പറഞ്ഞു, നീ എന്നെ ഇട്ടേച്ചു പോയാൽ പിന്നെ എനിക്ക് ആരുണ്ട്? ആ ചോദ്യം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മാറ്റിവെച്ചുകൊണ്ട് തൻ്റെ വത്സല മാതാവിൻ്റെ ആഗ്രഹത്തിന് ദൈവഹിതമായി കണ്ടുകൊണ്ട് തന്നെ അത് വിട്ടുകൊടുക്കുവാനായിട്ട് അദ്ദേഹം തയ്യാറായി. അങ്ങനെ 16ാമത്തെ വയസ്സിൽ അദ്ദേഹം വിവാഹിതനായി. എന്നാൽ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം അദ്ദേഹത്തെ ദൈവസ്നേഹത്തിൽ ആഴപ്പെടുവാനായിട്ട്, ദൈവിക പദ്ധതിയോട് സഹകരിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ അദ്ദേഹം കടന്നുപോയി. കുടുംബജീവിതവും അതുപോലെ താൻ ആഗ്രഹിച്ച ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതവും ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് അദ്ദേഹം ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചു. എങ്കിലും ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ടുകൊണ്ട് കുടുംബജീവിതവും അതുപോലെ ദൈവവിശ്വാസത്തിൽ അടിയുറച്ച ജീവിതവും ഒന്നിച്ചു കൊണ്ടുപോകുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. പിന്നീട് നമ്മൾ കാണുക 1865 കയർ കെട്ടിയവരുടെ സംഘം എന്ന് അറിയപ്പെട്ട ഒരു സംഘടന അദ്ദേഹം രൂപീകരിക്കുകയാണ്. പ്രാർത്ഥനയിൽ ആഴപ്പെട്ടുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആഴപ്പെട്ട് ജീവിക്കുന്ന കുറേ വ്യക്തികൾ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുകയും അങ്ങനെയാണ് ഈ സംഘടന അദ്ദേഹം ആരംഭിക്കുക. തുടർന്ന് അദ്ദേഹം തമിഴ്നാട്ടിൽ പോവുകയും അവിടെ വെച്ച് ഫ്രാൻസിസ് പിതാവിൻ്റെ പുസ്തകങ്ങൾ അദ്ദേഹം വായിക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം 3-ാം സഭയെക്കുറിച്ച്, ഫ്രാൻസിസ്കൻ അൽമായ സഭയെക്കുറിച്ച് അറിയുക. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, താൻ എന്ത് ആഗ്രഹിച്ച് ഒരു സംഘടന തുടങ്ങിയോ അതുപോലെ തന്നെ ഒരു സഭ ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിയുകയും അങ്ങനെ അദ്ദേഹം ഉണ്ടാക്കിയ കയറ് കെട്ടിയവരുടെ സംഘത്തെ ഫ്രാൻസിസ്കൻ അൽമായ സഭയായിട്ട് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം രൂപപ്പെടുത്തുകയാണ്. അപ്പോൾ അത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഈ കേരള അസീസി എന്ന് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് എങ്കിലും തന്നെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം വിശ്വസ്തയോടുകൂടി നിർവഹിച്ചുകൊണ്ട് അതിനോട് ചേർത്ത് സുവിശേഷ പ്രഘോഷണം നടത്തുവാനായിട്ട്, അനേകരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട്, ദൈവസ്നേഹത്തിൽ നിന്നും അകന്നുപോയവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ അസൂയ കൊണ്ട് അധികാരികളുടെ അടുത്ത് അദ്ദേഹത്തെ കുറിച്ച് മോശമായി പറയുകയും അധികാരികൾ അദ്ദേഹത്തെ കുറേ നാളത്തേക്ക് മാറ്റി നിർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരിക്കലും അദ്ദേഹം സഭയെയോ സഭ അധികാരികളെയോ കുറ്റപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. സഭയെ അനുസരിക്കുകയും
സഭയുടെ പ്രവർത്തനങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ പിന്നീട് 1874 അദ്ദേഹത്തെ വീണ്ടും അധികാരികൾ തിരികെ വിളിക്കുകയും ഈ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി മുൻപന്തിയിലേക്ക് അദ്ദേഹത്തെ നയിക്കുകയും ചെയ്യുന്നു. ഏകദേശം 30 വർഷത്തോളം ഊണും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ട് ഫ്രാൻസിസ്കൻ അൽമായ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം അത്യുദ്ധാനം ചെയ്തു. നമ്മുടെ കേരളത്തിലെ വളരെയധികം സ്ഥലങ്ങളിൽ അദ്ദേഹം കാൽനടയായി സഞ്ചരിച്ച് അനേകം പ്രാതൃത്വങ്ങൾ അദ്ദേഹം രൂപപ്പെടുത്തി. അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക, ദേവദാസൻ പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ തൻ്റെ ജീവിതത്തിൽ തിരുസഭയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സഭാസ്നേഹവും ചിട്ടയായ ജീവിതശൈലിയും പരിശുദ്ധ കുർബാനയോടും കൂദാശ സ്വീകരണത്തോടുമുള്ള അദ്ദേഹത്തിൻ്റെ തീഷ്ണതയും ജീവിതത്തിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ചെറുപ്പനാൾ മുതൽ പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയെ വളരുവാനായിട്ട് അമ്മ അദ്ദേഹത്തെ പരിശീലിപ്പിച്ചു. അത് ജീവിതം മുഴുവൻ പ്രാവർത്തികമാക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അന്യമതസ്ഥരായവരെ മാനസാന്തരപ്പെടുത്തുവാനും ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയവരെ തിരികെ കൊണ്ടുവരുവാനും വ്യക്തിപരമായി പോയി കണ്ട് സംസാരിച്ച് മാനസാന്തരത്തിലേക്ക് നയിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ മനസ്സിലാക്കുക, വിശുദ്ധ ഫ്രാൻസിസിന്റെ കാലടിയെ പിന്തുടരുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ക്രൂശിതനായ ഈശോയോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് ദാരിദ്ര്യത്തിലും അനുസരണത്തിലും കുടുംബജീവിതത്തിൻ്റെതായ ബ്രഹ്മചര്യത്തിലും ജീവിച്ചുകൊണ്ട് ദൈവത്തോടും ദൈവിക സ്നേഹത്തിലും ദൈവിക സംവിധാനങ്ങളോടും തന്നെ ആഴപ്പെടുത്തുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നോമ്പ് കാലങ്ങളിൽ അദ്ദേഹം പല മലകളിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് ചരിത്രം പറയുക. അപ്പോൾ വളരെ ദൂരങ്ങളിൽ പോയി മലപ്രദേശത്ത് പോയി ദൈവവുമായിട്ടുള്ള ആ ഒരു ആഴമായ ബന്ധം അദ്ദേഹം പുലർത്തിയിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത തീഷ്ണത നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. മാമോദീസ സ്വീകരിച്ച എല്ലാവരും പ്രേക്ഷിതരാണ് എന്ന് നമുക്കറിയാം. നമ്മൾ ഓരോരുത്തരും നമ്മൾ പ്രേക്ഷിതരാണ്. എന്നാൽ നമ്മെ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ നിർവഹിക്കുവാനായിട്ട് നമുക്ക് എത്രമാത്രം സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം വൈദികരുമായിട്ട് ഒത്തുചേർന്ന് നിന്നുകൊണ്ട് ധ്യാനങ്ങളിൽ സഹായിക്കുകയും ഭവന സന്ദർശനങ്ങൾ നടത്തുകയും അതുവഴി അനേകരെ സത്യവിശ്വാസത്തിലേക്ക് നയിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ദരിദ്രരോടും വലിയ സ്നേഹവും മതിപ്പും ഉണ്ടായിരുന്നു. പാവപ്പെട്ടവരെ സഹായിക്കുവാനായിട്ട്, അവിടെ ഇല്ലായ്മകളിൽ അവരോടൊപ്പമായിരിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരെയും ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് അദ്ദേഹത്തിന് തൻ്റെ ജീവിതം വഴി സാധിച്ചു. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പുത്തമ്പറമ്പിൽ തൊമ്മച്ചനെ കുറിച്ച് നമ്മൾ അനുസ്മരിക്കുമ്പോൾ നമുക്ക് മുൻപേ കടന്നുപോയി വിശുദ്ധമായ ഒരു ജീവിതം നയിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കെന്നും മാതൃകയാണ്. നമ്മളെ കൂടുതൽ തീഷ്ണതയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം വഴി സന്യാസ സമൂഹങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ്റെ അടിസ്ഥാനം തുടരുക പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ്റെ സന്നിധിയിൽ നിന്നുമാണ്. തുടർന്ന് ആരാധനാ സമൂഹത്തിൻ്റെ ആദ്യകാലങ്ങളിൽ അവരെ ആത്മീയമായി വളർത്തുവാനായിട്ട് അതിന് സഹായിക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ടതും പുത്തമ്പറമ്പിൽ തൊമ്മച്ചനാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സുവിശേഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സഭയുടെ നവോത്ഥാനത്തിൽ, പ്രത്യേകിച്ച് കേരള സഭയുടെ നവോത്ഥാനത്തിൽ വളരെയേറെ ശക്തമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനായിട്ട് ദേവദാസൻ പുത്തമ്പറമ്പിൽ തൊമ്മച്ചന് സാധിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടവരും സുവിശേഷ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കേണ്ടവരും നമ്മുടെ സഭയോട് ചേർന്ന് ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കേണ്ടവരും
ദരിദ്രരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും കൂടുതൽ മമതയും സ്നേഹവും പ്രകടിപ്പിക്കേണ്ടവരുമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം അതിന് സുവിശേഷാത്മകമായ ഒരു ജീവിതമാണ് നമുക്കുണ്ടാകേണ്ടത്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ഈ ജീവിതത്തിന് കൂടുതൽ മൂല്യം കണ്ടെത്തുവാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇന്നേ ദിവസം നമ്മളിവിടെ ഒന്നിച്ചു കൂടുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയുവാനായിട്ട്, അതുവഴി ജീവിതത്തെ നവീകരിക്കുവാനായിട്ട്, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ബോധ്യത്തോടുകൂടി നിലപാടുകൾ എടുക്കുവാനായിട്ട്, സഭയോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, സഭാധികാരികളെ അനുസരിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് രൂപാന്തരപ്പെടുവാനായിട്ട്, നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ എളുപ്പപ്പെടുത്തുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ദേവദാസൻ പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ തൻ്റെ മരണത്തിന് തൊട്ടു മുൻപ് അദ്ദേഹം ഫ്രാൻസിസ്കൻ അൽമായ സഭയിലെ സഭാംഗങ്ങൾക്ക് നൽകിയ ഏതാനും ഉപദേശങ്ങൾ പ്രകാരമാണ് നാം ഏവരുടെയും അടിമയാകുന്നു എന്നും മറ്റുള്ളവർ നമ്മുടെ യജമാനന്മാർ ആകുന്നുവെന്നും ഓർക്കണം. മറ്റുള്ളവരെല്ലാം വിശുദ്ധരാണെന്നും നാം പാപികളാണെന്നും ഓർക്കണം. മറ്റുള്ളവർക്ക് നമ്മൾ വഴിയായി ആത്മാവിനും ശരീരത്തിനും സങ്കടം വരുത്തിയിട്ടുണ്ടെന്നും മറ്റുള്ളവർ നമ്മളെ സങ്കടപ്പെടുത്തിയിട്ടില്ല എന്നും ധരിക്കണം. മറ്റുള്ളവരോട് പൊറുതി അപേക്ഷിക്കണം. കളിയായിട്ട് പോലും കള്ളം പറയരുത്. വൃഥാ സമയം ചെലവഴിക്കരുത്. ആത്മാവിനും ശരീരത്തിനും ഉതകുന്നത് മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ബുദ്ധിമുട്ടിയാലും വാക്കുവ്യത്യാസം വരുത്തരുത്. വിശുദ്ധ ദിവസങ്ങളെ ശുദ്ധമായി ആചരിക്കുക. ദൈവത്തെയും പ്രത്യേകിച്ച് കർത്താവിൻ്റെ പങ്കപ്പാടിനെയും ഓർക്കുക. അപ്പോൾ തൻ്റെ പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ തൻ്റെ ജീവിതത്തിൽ അനുവർത്തിച്ചു വരുന്ന കാര്യങ്ങളാണ് നമ്മളോടും ആവശ്യപ്പെടുക. നമുക്ക് ഈ ഉപദേശങ്ങളെ ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ഫ്രാൻസിസ്കൻ മൂന്നാം സഭയുടെ അൽമായ സഭയുടെ നമ്മുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് വേണ്ടി ഇത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് എന്ന് നമുക്ക് ഓർക്കാം. അദ്ദേഹം തൻ്റെ 28 വയസ്സ് മുതൽ ഏതാണ്ട് 72 വയസ്സ് വരെ മൂന്നാം സഭക്കാരുമായി പെരുമാറിയപ്പോൾ വരുത്തിയ മനോനൊമ്പരങ്ങൾക്ക് തന്നോട് ക്ഷമിക്കണമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, പെരുമാറ്റം കൊണ്ട് നമ്മൾ ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷമയോദിക്കാം. കർത്താവ് പറയുക, എൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനെന്ന് നിങ്ങൾ പറയുന്നത് വരെ നിങ്ങൾ എന്നെ കാണുകയില്ല. അപ്പോൾ ദൈവനാമത്തിൽ നമ്മൾ ഓരോരുത്തർ നിൽക്കുമ്പോഴും ആ ദൈവമാണ് ഓരോ നിമിഷവും എന്നെ അനുഗ്രഹിക്കുക. അവിടുത്തെ പാദത്തിലാണ് ഞാൻ ഓരോ നിമിഷവും മുന്നോട്ട് പോവുക. അവിടുത്തെ കൃപയാലാണ് ഞാൻ സഞ്ചരിക്കുക എന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മെ തന്നെ നവീകരിക്കുവാനും ഈ പരിഹാര ദിനത്തിൻ്റെ ഈ ദിനത്തിൽ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് മാപ്പി ചോദിച്ചുകൊണ്ട് ഈശോയുടെ കുരിശിനെ അനുധാവനം ചെയ്യുന്നവരായിട്ട് രൂപാന്തരപ്പെടുവാനും ദൈവദാസൻ പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന ആ ജീവിത മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാനായിട്ട് നമ്മുടെ പിതാവായ ഫ്രാൻസിസിൻ്റെ ജീവിത ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് സുവിശേഷാത്മകമായി ജീവിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.